എല്ലാവർക്കും എറ്റേണൽ ഫ്ലേവേഴ്സിൻ്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ചോക്ലേറ്റ് കേക്കാണ്. ഈ കേക്കിൻ്റെ പ്രത്യേകത നമ്മളുടെ വീടുകളിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് അഥവാ നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. മാത്രമല്ല ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു തരത്തിലുള്ള ബേക്കിംഗ് ടൂൾസുകളും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ? ഞാനിതേ ഒരു ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. 50 ഗ്രാമിൻ്റെ കാഡ്ബറീസ് ചോക്ലേറ്റ് ആണ്. നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുത്ത് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇത് ഏകദേശം നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിത് ഇതുപോലുള്ളൊരു ഗ്ലാസ്സിലാണ് ഞാൻ എല്ലാ അളവുകളും എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏതൊരു പാത്രം എടുത്താലും മതി. ഞാൻ ഈ ഗ്ലാസ് നിറയെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. 2-3 തവണ അരിച്ചെടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഞാൻ മെഷർമെൻറ്റ് ഒന്നുകൂടെ എളുപ്പമാവാൻ വേണ്ടിയിട്ട് സെയിം ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് അളവും 1/2 ഗ്ലാസ് അളവും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് മെഷർ ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം 1/2 കപ്പ് തൈരാണിത്. അധികം പുളിയില്ലാത്ത തൈരാണിത്. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വിസ്കോ ഫോർക്കോ ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മിക്സായി കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് 1/4 ഗ്ലാസ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. റിഫൈൻഡ് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ മെൽറ്റഡ് ബട്ടറും ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അത് 1/4 ഗ്ലാസ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കോഫി പൗഡറാണിത്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇതുകൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ കോഫി ഡിക്കോഷൻ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് നമ്മൾ നേരത്തെ സീവ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇത്തിരി ആയിട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഏകദേശം എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. അടുത്തതായി ഈ മിക്സിലേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 ഗ്ലാസ് പാലിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ ഒഴിവാക്കിയിട്ടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം നമ്മൾ 3 ടേബിൾ സ്പൂൺ പാല് നേരത്തെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഇത് കൂടാതെ നിങ്ങൾ കോഫി ഡിക്കോഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ 3 ടേബിൾ സ്പൂണൂടെ ഈ പാലിൽ നിന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അതായത് നമ്മൾ ആദ്യം ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ ഉപയോഗിച്ചിരുന്നു. പിന്നെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇല്ലെങ്കിൽ നമ്മൾ 3 ടേബിൾ സ്പൂൺ കോഫിയും കൂടെ ചേർക്കും. അങ്ങനെ അത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് 6 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞത്. നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉണ്ടെങ്കിൽ 3 ടേബിൾ സ്പൂൺ പാല് മാത്രം മാറ്റിയാൽ മതിയാവും. അപ്പോൾ ഇതേ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ കേക്ക് കുക്ക് ചെയ്തെടുക്കുന്നത് ഇതുപോലുള്ളൊരു കുക്കറിലാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം കുക്കർ മൂടി വയ്ക്കാം. കുക്കറിൻ്റെ വയറോട് കൂടിയിട്ടാണ് മൂടി വയ്ക്കുന്നത്. പക്ഷേ വിസിലിടേണ്ട ആവശ്യമില്ല. 10 മിനിറ്റോളം ചൂടായിട്ടുള്ള ദോശക്കല്ലാണിത്. ഇതിൻ്റെ മേലെയാണ് നമ്മുടെ കുക്കർ കയറ്റി വെക്കുന്നത്. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് 50 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഇതിൻ്റെ ഇടയിൽ നമ്മൾ കുക്കറിൻ്റെ മൂടി തുറക്കാൻ പാടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് വരില്ല. മാത്രമല്ല വെരി ലോ ഫ്ലെയിമിലിടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ 50 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ശരിക്കും കുക്കായോ എന്ന് നമുക്കൊരു പപ്പടക്കോലോ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. ക്ലിയർ ആണ്. അതിനർത്ഥം നമ്മുടെ കേക്ക് കുക്കായിട്ടുണ്ട് എന്നാണ്. ഇനി കേക്ക് നന്നായി തണുത്തതിന് ശേഷം മാത്രമേ ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പം നന്നായി തണുത്തിട്ടുണ്ട്. ഞാനൊരു കത്തി എടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് വിടിയിപ്പിച്ച് കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് കേക്കിനെ പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ ഇതേ നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കരിഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ കേക്ക് നിങ്ങൾക്ക് ഇതിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മളിതിൽ ചോക്ലേറ്റ് ഗനാഷൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പണിയുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു കേക്ക് ചൂടാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് കേക്കിലേക്കുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. 1/4 കപ്പ് പഞ്ചസാരയ്ക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം.
ഞാൻ നമ്മുടെ കേക്കിലേക്ക് ഒരു എക്സ്ട്രാ ലെയർ കൂടെ ഇടുന്നുണ്ട്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അതിനായിട്ട് ഒരു 6 ഓറിയോ ബിസ്ക്കറ്റ് ക്രീം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് പൊടിച്ചെടുക്കണം. ഇനി ഒരു പാന് വെച്ച് ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ പാലിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കോൺഫ്ലവർ ഇല്ലെങ്കിൽ മൈദപ്പൊടി ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബട്ടർ ഇല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യണം. പാൽ ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര 2 ടേബിൾ സ്പൂൺ കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കേക്കൊക്കെ നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഞാനൊരു നൂലെടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കേക്ക് 2 കഷ്ണാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. 2 കേക്കിലും ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ 2 കേക്കിലും ഷുഗർ സിറപ്പായി. ഇനി നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഓറിയോ ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനൊരു വൃത്തിയുള്ള പ്ലാസ്റ്റിക് കവറിലേക്കാണ് ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ ഒരു കോണിൽ നമുക്കൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കത്തി വെച്ചിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മറ്റേ പീസ് കൂടെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കേക്കിൻ്റെ മേലേക്ക് ബാക്കിയുള്ള ഷുഗർ സിറപ്പോടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ട് മാറും. അവസാനത്തെ പണി ഗനാഷ് ഉണ്ടാക്കുകയാണ്. ഇതിനായിട്ട് 50 ഗ്രാം ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇത് ഡബിൾ ബോയിൽഡ് മെത്തേഡ് ചെയ്താലും മതി. ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചാലും മതി. ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഷൈനിങ് കിട്ടും ഗനാഷിന്. ഇപ്പം ഏകദേശം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇളം ചൂടിൽ തന്നെ നമ്മൾ ഗനാഷ് ഒഴിച്ചു കൊടുക്കണം. അതിനായിട്ട് നമുക്ക് കേക്ക് ആദ്യം സെറ്റപ്പ് ചെയ്യാം. ഇനി നമുക്ക് കേക്കിലേക്ക് ഈ ഗനാഷ് ഇളം ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്നുകൂടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള കുറച്ച് ഗ്രേപ്സ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് പുതിനയിലയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്, ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കട്ട് ചെയ്യാൻ പറ്റുന്നത്. പെട്ടെന്ന് കത്തി ഇറങ്ങി പോകുന്നുണ്ട്. ദേ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഇടയിലുള്ള ഓറിയോ ലെയർ കൂടെ കാണുന്നുണ്ടോ? സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. സൂപ്പർ. ഇടയിൽ ആ ഒരു ഓറിയോൻ്റെ ടേസ്റ്റ് കൂടെ സൂപ്പർ ആയിട്ടുണ്ട്. കോഫിയുടെയും ചോക്ലേറ്റിൻ്റെ ഒക്കെ ആ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യണം. എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓളൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ.